ഹലോ ജീനിയസ് ഫാമിലി. സോ നമ്മുടെ ജെഇ 2024 ജനുവരി ഷിഫ്റ്റ് 27 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇതുവരെ നമ്മളെടുത്ത എല്ലാ എഫേർട്സും, ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ഹാർഡ് വർക്കും എല്ലാം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഈ അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ നമുക്കൊന്ന് നോക്കി നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട. സോ ഒരു കംപ്ലീറ്റ്ലി പുതുതായിട്ടുള്ള ചാപ്റ്ററോ ഒരു ടോപ്പിക്കോ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഫോർമുലാസ്, അതുപോലുള്ള ഷോർട്ട് കട്ട്സ്, ഇനി ഏതെങ്കിലും ടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുകയും ഒന്ന് റിവ്യൂ ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട്, നിങ്ങൾ ഉറപ്പ് വരുത്താം. ഇതാണ് അവസാനത്തെ നിമിഷത്തിൽ നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനും ഇതുവഴി നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു ജെഇ എക്സാമിന് വേണ്ടി നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ഈ ഹാർഡ് വർക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം ഹാളിൽ നിങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട്, ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാന്നുള്ളത്. അത്രയും നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊടുക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു ആക്റ്റീവ് മൈൻഡ് കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു നല്ല ആക്റ്റീവ് മൈൻഡിന് വേണ്ടിയിട്ട് യു ഹാവ് ടു റെസ്റ്റ് വെൽ, ഈറ്റ് വെൽ ആൻഡ് യു ഹാവ് ടു ബി ഹൈഡ്രേറ്റഡ്. സോ തൽക്കാലത്തേക്ക് ഈ ഒരു ദിവസങ്ങളിൽ പുറത്തുനിന്നുള്ള ഫുഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ആൻഡ് യു ഹാവ് ടു ബി ഹാവിങ് ഇനഫ് സ്ലീപ്പ്. അതായത് നമുക്ക് വേണ്ടത്ര സ്ലീപ്പ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് നമ്മുടെ എക്സാം ഹാളിൽ എത്തുമ്പോഴത്തേക്കും ഉറക്കമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏറ്റവും ആക്റ്റീവായിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവസാനത്തെ ദിവസങ്ങളിൽ കുറച്ച് ടെൻഷനും കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാവുക വളരെ നാച്ചുറലാണ്. പക്ഷേ നമ്മൾ എക്സാം ഹാളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ് ഫ്രീ മൈൻഡോട് കൂടെ വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ടേക്ക് എ ബ്രേക്ക്, ടേക്ക് എ ബ്രെത്ത്. ഏറ്റവും നല്ല ഒരു സ്ട്രെസ് ബസ്റ്ററാണ് ഡീപ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്നുണ്ട് എങ്കിൽ ടേക്ക് എ ബ്രേക്ക്, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, നല്ല രീതിയിൽ ഡീപ് ബ്രീത്ത് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലൊരു സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഡിറ്റേഷൻ ഒക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഡു ഇറ്റ്, ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഡെഫിനറ്റ്ലി മെഡിറ്റേഷൻ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഔട്ട്. ഈ ലാസ്റ്റ് ഡേ പ്രിപ്പറേഷൻസിൻ്റെ ഇടയിൽ നമ്മുടെ എക്സാം ഡേ എങ്ങനെയായിരിക്കണം എന്ന് ചിലപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം ഡേ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നല്ല രീതിയിൽ പ്രീ പ്ലാൻ ചെയ്യുക. നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം എത്രയാണെന്ന് കറക്റ്റായിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ് നോക്കി ഉറപ്പുവരുത്തുക. ആ സമയം തന്നെ നമ്മുടെ എക്സാം ഹാളിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, പല അൺആൻറ്റിസിപ്പേറ്റഡ് സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷേ ഓൺ ടൈം നിങ്ങൾ എക്സാം ഹാളിൽ റീച്ച് ചെയ്യും എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യുക. നമ്മുടെ എക്സാം ഹാൾ എവിടെയാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയുമായിരിക്കും. സോ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞു വെക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ എക്സാം ഡേ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സാം ഹാളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ നേരത്തെ കരുതി വെക്കുക. അഡ്മിറ്റ് കാർഡ്, ഇനി നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ആവശ്യമായ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വെള്ളം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം എൻഷുർ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന്. അതാകുമ്പോൾ നമുക്ക് അവസാനത്തെ നിമിഷത്തേക്കുള്ള ഒരു ഹറിബറിയും ടെൻഷനും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് എക്സാം ഹാളിൽ എത്തിച്ചേരാൻ നമുക്ക് എന്തായാലും സാധിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, മിനിമൈസ് യുവർ ഡിസ്ട്രാക്ഷൻസ്. കുറച്ചെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉള്ളവരായിരിക്കും നിങ്ങളൊക്കെ. സോ നമ്മൾ ബ്രേക്ക് എടുക്കണമെന്നൊക്കെ പറയുകയാണെങ്കിലും അത് ഒരു ഡിസ്ട്രാക്ഷൻ ലെവലിലേക്ക് കൊണ്ടുപോകരുത്. സോ നിങ്ങളുടെ എക്സാം ഹാളിലാണെങ്കിലും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഒഴിവാക്കുക. ഏറ്റവും അടിപൊളിയായിട്ട് വേണം നിങ്ങളുടെ എക്സാം നിങ്ങൾ എഴുതാൻ, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വേണം നിങ്ങളുടെ എക്സാം എഴുതാൻ. സോ ഓൾ ദ ബെസ്റ്റ്, സ്റ്റേ കോൺഫിഡൻറ്റ്, സ്റ്റേ പോസിറ്റീവ്. ബൈ ബൈ.